ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസിൻ്റെ ബെഞ്ചാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യയായ മഞ്ജുഷ നൽകിയിരിക്കുന്ന ഹർജി അത് ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നത്. അവർ കൃത്യമായി പറയുന്നു, SIT അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ച് വ്യക്തമായ ഒരന്വേഷണവും നടത്തിയില്ല. മാത്രമല്ല PP ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചതിന് ശേഷമാണ് അവരുടെ മൊഴി വന്ന് എടുത്തതും വിശദമായ വിവരങ്ങൾ ശേഖരിച്ചതും. നവീൻ ബാബുവിൻ്റെ ഘാതകരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമായിരുന്നു വാസ്തവത്തിൽ നടത്തിയത്. യഥാർത്ഥത്തിൽ പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് തന്നെ ലജ്ജാകരമാണ് എന്ന് അവർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പ്രോസിക്യൂഷൻ എന്നത് സർക്കാരിന് വേണ്ടി കൃത്യമായി PP ദിവ്യയ്ക്ക് വേണ്ടി വാദിച്ചവരാണ് എന്ന് 100% തനിക്ക് ബോധ്യമുണ്ട്. ഒരിക്കലും തനിക്ക് സർക്കാരിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് CBI വരണം എന്ന ആവശ്യം വീണ്ടും വീണ്ടും ഉന്നയിച്ചിരിക്കുന്നത്. ഹൈക്കോടതി ഞങ്ങൾക്ക് നീതി ലഭ്യമാക്കണം എന്ന് വലിയ തോതിൽ ആ മാതാവ് കേഴുകയാണ്. ഒന്ന് ആലോചിക്കണം, 2 പെൺകുഞ്ഞുങ്ങളെയും ആ വ്യക്തി അതായത് മഞ്ജുഷ എന്ന സ്ത്രീയെയും അനാഥമാക്കിക്കൊണ്ടുള്ള നടപടിയാണ് PP ദിവ്യയും അവിടുത്തെ കണ്ണൂർ ജില്ലയിലെ മാഫിയ സംഘങ്ങളും ഒരുപോലെ നടത്തിയത്. PP ദിവ്യ കൊലപാതകി തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല പറഞ്ഞത്. നിരവധിയായ സാഹചര്യ തെളിവുകൾ ഉണ്ട്. അവർ തന്നെയാണ് ഈ സംഭവത്തിൽ യഥാർത്ഥത്തിൽ കൊലക്കേസിൽ പ്രതിയാകാൻ പോകേണ്ടത്. കാരണം അവർക്ക് അനുകൂലമായി ഏറ്റവും വലിയ നിലപാടെടുത്തത് സംസ്ഥാന സർക്കാരും പ്രോസിക്യൂഷനുമാണ്. അതായത് പ്രോസിക്യൂഷനാണ് അവരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പ്രതി ചേർത്തത്. അതിലൂടെ അവരെ രക്ഷിക്കലായിരുന്നു പ്രോസിക്യൂഷൻ്റെ മുഖ്യ പണി. അതിന് എല്ലാ രീതിയിലും വെള്ളവും വളവും നൽകാൻ SIT അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും വന്നു. അവർക്ക് വേണ്ടിയുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചു. MV ഗോവിന്ദൻ കൃത്യമായി പറഞ്ഞത് അവരെയും അവരുടെ കുടുംബത്തെയും സംരക്ഷിക്കണം, അവർക്ക് നീതിക്ക് വേണ്ടി പോരാട്ടത്തിൽ ഞങ്ങൾ മുൻപന്തിയിലുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ശ്യാമള, TK ശ്യാമള എന്ന ആന്തൂർ നഗരസഭയുടെ മുൻ അധ്യക്ഷ, അവർ ദിവ്യയെ വലിയ രീതിയിൽ കെട്ടിലമ്മയെ പോലെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടത്. അതായത് ആളുകളെ കളിയാക്കലാണ് MV ഗോവിന്ദനും ഭാര്യയും ചെയ്തിരിക്കുന്നത്. അതായത് ഞങ്ങളുടെ പാർട്ടി ഇങ്ങനെയൊക്കെയാണ്, നിങ്ങളെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഡീല് ചെയ്യേണ്ടത്, എന്ത് ചെയ്തു കളയും എന്നുള്ളതായിരുന്നു അവരുടെ ശ്രമം. കൃത്യമായും കണ്ണൂരിൻ്റെ ലോബി പ്രവർത്തിച്ചിരുന്നു. PP ദിവ്യ കൃത്യമായും നവീൻ ബാബുവിനെ ഫ്രെയിം ചെയ്യാൻ ശ്രമിച്ചതാണ്. കൃത്യമായും ഒരു സ്വകാര്യ ഓൺലൈൻ മീഡിയയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ലൈവ് സംപ്രേഷണവും കൊടുക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തതും കളക്ട്രേറ്റിൽ നവീൻ ബാബുവിൻ്റെ സെൻഡ് ഓഫുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവർ വലിഞ്ഞു കയറിച്ചെന്ന്, PP ദിവ്യ ആരും ക്ഷണിച്ചിട്ടല്ല, അവർ വലിഞ്ഞു കയറിച്ചെന്ന് ഈ ഓൺലൈൻ മീഡിയ കാര്യം കൊണ്ടുവന്ന് അതിൻ്റെ ബൈറ്റ് എടുത്തതും ഇത് മുഴുവൻ വാട്സാപ്പ് വഴി പത്തനംതിട്ടയിലുള്ള ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചതും നവീൻ ബാബുവിനെ ബോധപൂർവം നാറ്റിക്കുക എന്നുള്ളത് അദ്ദേഹത്തിനെ നേരത്തെയും കുറ്റക്കാരനായി അഴിമതിക്കാരനായി ചിത്രീകരിക്കാൻ ജില്ലാ കളക്ടറായ അരുൺ K വിജയൻ ഫ്രെയിം ചെയ്യാൻ നിരവധി തവണ ശ്രമം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഹൈക്കോടതി ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസ് വലിച്ചു കുടഞ്ഞിട്ടിരിക്കുകയാണ്. PP ദിവ്യക്കെതിരെ പ്രോസിക്യൂഷൻ ഇത്രയും അധികം ദുർബലമായതിൻ്റെ അനാസ്ഥ അത് കൃത്യമായി ആരായുക തന്നെ വേണം. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പിരിച്ചുവിടേണ്ട സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. അഥവാ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ടീമായി ഇവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നവീൻ ബാബുവിൻ്റെ കോൾ ലിസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യം കൃത്യമായി പരിശോധിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുത്തോളൂ എന്നാണ് മഞ്ജുഷ പറഞ്ഞത്. എന്നാൽ അവിടെ ജില്ലാ കളക്ടറുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന PP ദിവ്യയുടെയോ പ്രശാന്തൻ്റെയോ TV പ്രശാന്തൻ്റെയോ ഒന്നും തന്നെ കോൾ ലിസ്റ്റ് പരിശോധിക്കുന്നില്ല. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വലിയ തോതിൽ നിഗൂഢമായി ഫാബ്രിക്കേറ്റഡ് സ്റ്റോറികൾ ഉണ്ടാക്കി. ഗീതയുടെ റിപ്പോർട്ടിൽ വളരെ വ്യക്തമാണ് ഇവർ കറപ്റ്റഡാണ് എന്നുള്ളതും അരുൺ K വിജയൻ കറപ്റ്റഡാണ് എന്നുള്ളതും. എന്നിട്ട് എന്തുകൊണ്ട് വലിയ തോതിൽ അവർക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്നില്ല? ഹൈക്കോടതി പൊളിച്ചടുക്കുകയാണ്.